ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇടാത്ത കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലെ അൽ ജസീറ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിൽ പോയപ്പം അവിടുന്ന് കുറച്ച് ബൈങ്കൻ മേടിച്ചു. ബൈങ്കൻ എന്ന് പറഞ്ഞാൽ കത്തിരിക്ക ആ ബൈങ്കൻ മേടിച്ചിട്ട് അത് മേടിച്ചോണ്ട് വന്നു. പിന്നെ ഇതൊന്ന് ഒരു കണ്ടൻ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊന്ന് നോക്കാം. ഞാൻ ഇതുവരെ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആലു ബൈങ്കൻ മഹാരാഷ്ട്ര കറി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ അത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ, ഈ ബൈങ്കൻ വെച്ചിട്ടുള്ള ഒരു കറി. അത് മഹാരാഷ്ട്രയിലെ ഒരു ബെസ്റ്റ് ഡിഷാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മഹാരാഷ്ട്രയിൽ കുറച്ച് നാൾ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം അവിടുത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർമാർ എല്ലാവരും തന്നെ മഹാരാഷ്ട്രീയക്കാരായിരുന്നു. അപ്പോൾ അവർ സ്കൂളിൽ ചോറ് കൊണ്ടുവരുമ്പം അതിൻ്റെ അകത്ത് ആലു ബൈങ്കൻ എന്ന് പറഞ്ഞൊരു കറിയാണ് അവർ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആലു ബൈങ്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ബൈങ്കൻ്റെ ഫ്രൈ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്നതാണിപ്പം. ഒരു മീൻ വറുത്തതിന് തുല്യമായിട്ട് തോന്നുന്ന രീതിയിലുള്ള വറുത്ത് കഴിഞ്ഞ് വരുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവുക. എങ്ങനെയായിരിക്കും ഉണ്ടാക്കി തീരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് ഗരം മസാല ഉണ്ടാക്കണം. അതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പാത്രത്തിനകത്ത് തന്നെ ഉണ്ട്. അത് സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, അതെല്ലാം പൊടിയായിട്ടുണ്ട്. ഗരം മസാല ഇല്ല. ഗരം മസാല ഇനി ഉണ്ടാക്കണം. ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോയുടെ കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കണ പോലൊക്കെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. എനിക്ക് കിട്ടിയിരിക്കുന്ന ബൈങ്കൻ ഏതാണെന്ന് ഞാൻ കാണിക്കാവേ. എനിക്ക് കിട്ടിയിരിക്കുന്ന ബൈങ്കൻ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബൈങ്കൻ്റെ കളറല്ല, നോർത്ത് ഇന്ത്യയിലും കിട്ടുന്ന ബൈങ്കൻ്റെ കളറല്ലാന്ന് തോന്നുന്നു. ഇതല്ലാതെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ബൈങ്കന് ചെറിയൊരു വര, ഒരു വെള്ളയും ഈ വൈൻ കളറിൻ്റെ ഒരു സ്ട്രൈപ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ഒമാനിലെ ബൈങ്കനാണ്. ഇത് വെച്ച് എന്താവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബൈങ്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഗരം മസാല ശകലം പൊടിക്കാൻ പോവുകയാണ്. ഇതിന് എന്താ പേര്, തക്കോലം എടുക്കുന്നുണ്ട്. 3 ഏലയ്ക്ക, ചെറിയൊരു കുരുമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ ചാടിപ്പോയിട്ടുണ്ട്, അകത്തോട്ട് പോയി. അതുകൊണ്ട് ഒരു കുരുമുളക്, പിന്നെ ഒരില ബേ ലീവ്സിൻ്റെ ഒരു തരി. പരീക്ഷണം ആയതുകൊണ്ട് അധികം ഒന്നും എടുക്കണില്ല. അപ്പോൾ ഇത്രയും സാധനം വെച്ച് പിന്നെ ഒരു സാധനം കൊണ്ട് എടുക്കാനുണ്ട്, ഒരു കോലല്ല, നമ്മുടെ കറുവാപ്പട്ട. ഇത് ശ്രീലങ്കൻ കറുവാപ്പട്ടയാണ്, ശ്രീലങ്കനാണെന്ന് തോന്നുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന് ഈ സിഗരറ്റ് ചുരുട്ടി നമ്മുടെ തടിയുടെയൊക്കെ എന്നാ പറയുന്നത്, അതിൻ്റെ പുറം ഇതുണ്ടല്ലോ, പാട ചുരുട്ടി, അത് റബ്ബറിൻ്റെ ഒക്കെ അതിന് പറയുന്ന സാധനത്തിൻ്റെ തൊലി ഉണക്കി കഴിയുമ്പോൾ അത് ചുരുണ്ട് വരും. ഈ റബ്ബറിൻ്റെ ചുള്ളിക്കമ്പൊക്കെ പെറുക്കാൻ പോയി കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ചുരുണ്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതുപോലത്തെ ആക്കിയിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഇതൊന്ന് ഒടിക്കണമെങ്കിൽ ഭയങ്കര ഇന്നലെ ഞാൻ മട്ടൻ കറി വെക്കാൻ നേരത്തെ ഇതൊന്ന് ഒടിക്കാൻ നോക്കിയിട്ട് ഒടിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒടിക്കാൻ പറ്റി. അപ്പോൾ ഇതിലൊരു പീസ് ഞാൻ ഇതിനകത്ത് ഇടുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. ബാക്കി നോർമൽ എടുത്ത് വെച്ച് അകത്തേക്ക്. ഇനി ഇത്രയും സാധനങ്ങളൊന്ന് പൊടിച്ചിട്ട് കാണാം. അതുവരെ ബൈ. വിചാരിച്ച പോലെ അങ്ങ് പൊടിഞ്ഞ് വരുന്നില്ല. അത് കണ്ടോ, തരിതരിയായിട്ട് കിടക്കുന്നു. ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നു. ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് നോക്കട്ടെ കേട്ടോ, ഉദ്ദേശിച്ച പോലെ. അല്ലെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഈ ബൈങ്കൻ വേറെ, മസാല വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ശക്തമായിട്ട് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ബൈങ്കൻ കണ്ടിക്കാൻ പോവുകയാണ്. കത്തി വെച്ച്. ഇത് നമ്മുടെ നാട്ടിൽ കാണാത്ത ഇവിടുത്തെ ബൈങ്കനാണ്. ഇത് കറക്റ്റ് സർക്കുലാർ മോഷനിൽ വരുമോ അതോ ഇന്ത്യയുടെ മാപ്പ് പോലെ വരുമോ എന്ന് കണ്ടറിയാം. ഒരെണ്ണം എന്തായാലും ശരിയായിട്ടുണ്ട്. ഫസ്റ്റ് പീസ് ഇങ്ങനെയാണ്. അടുത്ത പീസ് മുറിക്കുക.
ഇത് ചക്ക മുറിച്ച പോലെ ആവുമല്ലോ. മിക്കവാറും ചക്ക മുറിച്ച പോലെ തന്നെ ഉണ്ട് കണ്ട, ഒരു പീസ് വലുതും ഒരെണ്ണം ചെറുതും. ഇതിപ്പോൾ ഇങ്ങനെ കേട്ടോ, ഈ കട്ടി കൂടുതലൊരു സൈഡിൽ. എന്താണേലും വറുത്ത എണ്ണയ്ക്കകത്ത് വറുത്ത് വരുമ്പോഴത്തേനും വേറെ ഒരു രീതിയിൽ ഇരിക്കും. മൂന്നാമത്തെ കുഴപ്പമില്ലാതായി. കാണാമല്ലോ അല്ലേ, ഇങ്ങനെ മുറിക്കാം. അപ്പോൾ എനിക്കും കാണാം, നിങ്ങൾക്കും കാണാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പം എനിക്ക് കാണാം, മര്യാദയ്ക്ക് മുറിഞ്ഞില്ല. ഓവർ എക്സ്പെക്റ്റേഷൻ നല്ലതല്ല. ഇത് പിന്നെ പോയി, അതിൻ്റെ പകുതിയാണ് ഞാൻ ആദ്യം മുറിച്ചത്. എന്തായാലും ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതും വലിയ കുഴപ്പമില്ലാതായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതൊന്നും മുറിക്കട്ടെ. അടുത്തത് മുറിഞ്ഞ് ശരിയായി. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു നാട്ടിൽ ഭയങ്കര ഇരിക്കുന്നത്. ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് പെർഫെക്ഷൻ ഒട്ടും വരത്തില്ല. അപ്പം ബൈങ്കൻ ഫ്രൈ ആണ് ഇന്നത്തെ വിഷയം. ബൈങ്കൻ ഫ്രൈ. ഇപ്പം ഞാൻ ബൈങ്കൻ എന്ന് പറഞ്ഞത്, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് മഹാരാഷ്ട്രയിൽ ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ബൈങ്കൻ എന്ന് വിളിക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണോ ഇതിൻ്റെ കറക്റ്റ് നെയിം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ബൈങ്കൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ടീച്ചേഴ്സെല്ലാം ആലു ബൈങ്കൻ കറിയാണ് നാഷ്ട എന്നാണോ മറ്റേ ലഞ്ചിന് പറയുന്നത്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നാഷ്ടയാണ് എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ആ സാധനത്തിന് ഉച്ചയ്ക്ക് പിള്ളേരെ ചപ്പാത്തി അല്ല റോട്ടി, അത് സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവരും. ഞാൻ മലയാളി ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളും പ്രീസ്റ്റിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്കൂളിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് മഹാരാഷ്ട്രയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് നാട്ടിൽ 1 വർഷം അവിടെ നിന്നുള്ളപ്പോഴത്തേനും ഫുഡൊക്കെ പിടിക്കാതെ വന്ന് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന വണ്ണത്തിലൊന്നും അല്ല. ഞാൻ മെലിഞ്ഞ് തൊലിഞ്ഞ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് ആണോയെന്ന്, അതായത് ഞാൻ ചെറുപ്പം മുതൽ വണ്ണം വെച്ചിരുന്ന് കണ്ട് ശീലം ആയവർ നാട്ടിൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ ചോദിക്കുന്നത് എന്ത് അസുഖമാണ് പിടിച്ച്. അതെ, വണ്ണം വെച്ചാലും പ്രശ്നമാണ്, വണ്ണം വെച്ചിട്ട് വണ്ണം കുറഞ്ഞാലും പ്രശ്നം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അസുഖമാണ്. ഞാൻ മെലിഞ്ഞ എന്നോട് ചോദിക്കാൻ അസുഖമാണോന്ന്, വണ്ണം കൂടിയാലും ചോദിക്കുക അസുഖമാണോന്ന്. എന്താ ചെയ്യുക, ഒരു മീഡിയം ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ടൈപ്പ് അങ്ങനത്തെ ബ്ലും എന്നിരിക്കുന്ന ബോഡി ടൈപ്പ് എൻ്റെ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒന്നെങ്കിൽ ഭയങ്കര വണ്ണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പിടിക്കാതെ വന്നിട്ട് മെലിയുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്ത് മെലിയണം. വർക്കൗട്ട് ചെയ്ത് മെലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോവുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് മെലിഞ്ഞങ്ങ് പോവും. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇതിനകത്ത് കുറച്ച് കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മിഡിലിൽ ഒരു മാസമൊക്കെ മിഡിലിരിക്കും. അത് കഴിയുമ്പോൾ പഴയ പോലെ തന്നെ വീണ്ടും വണ്ണത്തിൽ വരും. ഇപ്പം ഇരിക്കുന്ന പോലെ തന്നെ വണ്ണത്തിൽ വരും. ഇത് ഞാൻ നേരത്തെ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കട്ടിങ് പരിപാടി അങ്ങ് കഴിഞ്ഞു. എനിക്ക് ബോറടിക്കുന്നു. ഞാനൊരു ഓറഞ്ച് ഒരു ഇൻ്റർവെല്ലിന് വേണ്ടിയിട്ട്, ഇത് ഓറഞ്ചല്ല, ഇതിനെന്തോ ഒരു പേരുണ്ട് ഇവിടെ. ഓറഞ്ച് അല്ലാത്ത ഒരു ഓറഞ്ച് പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്, വെറുതെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ മുറിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കഴിക്കാൻ പോകുന്നു. ഇതിന് പി കൂട്ടി എന്തോ ഒരു പേരാട്ടോ. ഇതിൻ്റെ പേരെന്നാന്ന് അറിയാവുന്നവർ എനിക്കത് പറഞ്ഞു തരും, ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. പിന്നെ വേറൊരു രസമുണ്ട്, ഇത് വെച്ച് എന്താ പറയുന്ന ഒരു സൂത്രം ഉണ്ടാക്കാം.
ഓറഞ്ചിൻ്റെ തൊലി വെച്ചൊരു DIY റൂം ഫ്രഷ്നർ. അപ്പം നെക്സ്റ്റ് കണ്ടൻറ്റ് എൻ്റെ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നടന്നാലേ അത് പറയുക കണ്ടൻറ്റ്. ഇപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട്, എന്താവും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കളയുന്നില്ല, ഇതിങ്ങനെ അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി ഈ പാത്രത്തിൽ ഓരോരോ മസാലപ്പൊടികൾ ഇട്ടിട്ട് ഒന്ന് മിക്സപ്പ് ആക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗരം മസാല ഇടുക. ഗരം മസാല ഇതാണ് ഇടുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കും. ചെറുതായിട്ടല്ല, നോർമലായിട്ട് തൂവി കൊടുക്കുന്നു. ഇതിൻ്റെ അകത്തെ സംഗതികളെല്ലാം തീർന്നു. ഇനി മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ് കൈ എത്താൻ പാകത്തിന് ഇരിക്കുന്നത്. ഞാൻ ഫോൺ ഇച്ചിരി താത്തി, എൻ്റെ കയ്യിൽ അതിനുള്ള ഉപകരണമൊന്നുമില്ല, ഉള്ളത് വെച്ച് നോക്കിയിട്ട് ഞാൻ ഇച്ചിരി ഇറങ്ങി നിൽക്കുന്നതാണ് നല്ലത്. എന്നാലും എന്നെ കാണുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കഴുത്തിന് കീപ്പോട്ടുള്ള ഭാഗമേ കാണത്തുള്ളൂ. അപ്പോൾ ലേശം മഞ്ഞളോട് ഇടുവാണ്. ഇത് ഇത്ര മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്ത് ഇടാൻ പോകുന്ന മുളക് പൊടിയാണ്. മുളക് പൊടിക്ക് മുന്നേ ലേശം ഒരു കുരുമുളക് പൊടി ഉപ്പ് എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഏത് നേരെ സാധനം എടുത്ത് അലമാരി തുറക്കാൻ പോകും. കുരുമുളക് എടുത്ത് താഴെ വെച്ചു. ഇനി ലാസ്റ്റ് എടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഇനിയിപ്പോൾ എടുത്ത് വെച്ച ഈ 3 സാധനങ്ങൾ, അതായത് 3 അല്ല, ഇത്രയും 3 ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, ഈ സാധനങ്ങളോട് ഇടാനുണ്ട്. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടി. മുളക് പൊടി ഇടുന്നു. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് മുളക് പൊടി പാത്രം ലാസ്റ്റ് പിന്നെ ഇടുന്നു. കുരുമുളക് ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന, ഞാൻ സാധാരണ പോലെ വീട്ടിൽ ക്യാമറ ഇല്ലാത്ത പോലെ ഞാൻ ചിന്തിച്ചിട്ട് അങ്ങ് നീങ്ങി പോകാം, എന്നെ കാണത്തില്ല. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരുടെയും വീട്ടിലും നാട്ടിലൊക്കെ കാണുന്ന സാധനമാണ്. ഇത് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാനുള്ളതൊന്നുമില്ല. ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എനിക്ക് ഇടിയലില്ല, അത് കാരണം ഞാൻ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഇടുന്നു. ഇതൊരു ചെറിയൊരു കടി കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് എരിവൊന്നും ഇറങ്ങത്തൊന്നുമില്ല. എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ഭംഗിക്ക്, അത്രേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടി. ഇച്ചിരി മുളക് പൊടിയല്ല, ഉപ്പിടാൻ പോകുന്ന. ഇനി അതൊന്ന് ഇളക്കി വീണ്ടും മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ ഇത് കാണാം എന്നാ ഉപ്പ് വേണോ വേണ്ടയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പറയുന്ന പോലെ അങ്ങ് മിക്സ് ആക്കാൻ പറ്റുന്നില്ല, ഉരുണ്ട് താഴെ പോകുന്ന. പിന്നെ ലൈവായിട്ട് തന്നെ മിക്സ് ചെയ്യാം, അല്ലാതെ പ്രത്യേകിച്ച് ഒളിച്ച് കറക്റ്റാക്കിയിട്ട് ഇത് താഴെ പോകുന്നുണ്ട് കേട്ടോ. നോർമലി വീട്ടിലൊക്കെ കാണുന്ന മാതിരി തന്നെ മിക്സ് ചെയ്യാൻ നോക്കിയാൽ മിക്സ് ആകത്തില്ല. പയ്യെ ഒന്ന് മിക്സ് ആക്കട്ടെ. ലേശം ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചാൽ നല്ലതാണ്. ലേശം പൊടിക്ക് വെള്ളം ഇടാം, അല്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ലേശം വെള്ളം തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം മസാലയെല്ലാം ഒന്ന് ഡ്രൈ ആയിരുന്നത് വെറ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആയിക്കോളും. എല്ലാത്തിനകത്തും ഒന്ന് പിടിച്ച് കളറുകളെല്ലാം പിടിപ്പിച്ച് വെക്കണം. ഏറ്റവും താഴത്തെ കിടക്കുന്ന മാത്രം ഇതുകൊണ്ട് ഇതൊന്നും മഞ്ഞളും മുളകും ഒന്നും ശരിക്കും പിടിച്ചിട്ടില്ല. ഇത് ഡ്രൈ ആയിട്ടിരിക്കും. എങ്ങനെയാണോ മുറിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലേശോടെ വെള്ളം വേണ്ടി വരും. പിന്നെ അത് രണ്ടായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെ ഇതിനകത്ത് പറഞ്ഞാൽ അട്ടം കറങ്ങിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വേറൊരു പാത്രത്തിലേക്ക് ഇതുണ്ടോ രണ്ടായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ചിടും, പിന്നെ ഈ പാത്രത്തിൽ ഇതേണ്ടി അവിടെ നിന്നൊക്കെ താഴെ പോകും. അപ്പോൾ വീണ്ടും ഞാനൊന്ന് മിക്സ് ആക്കട്ടെ. ലേശയുടെ വെള്ളം ഒഴിക്കട്ടെ, അല്ലേ ശരിയാവും.
ഇതിൻ്റെ അകത്ത് ലേശം ഒഴിച്ച് മറ്റേതിൻ്റെ അകത്ത് വീണ്ടും ഒഴിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഈ ഫ്രൈങ് പാൻ്റെ അകത്ത് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാതെ ഇരിക്കും. ഇപ്പം അതേ ശകലം വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒന്നിച്ചിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്നെങ്ങും വീഡിയോ ആവത്തില്ലായിരുന്നു. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഫുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയെല്ലാം ഇതിനകത്താക്കി ഇതൊന്ന് ഉപ്പ് ലേശോടെ വേണം. ഉപ്പ് ലേശോടെ ഞാൻ കയറി അങ്ങ് പോയേക്കുക. ഇതൊന്ന് മിക്സ് നോക്കി ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ചിട്ട കാരണം ഞാൻ വിചാരിച്ച് എല്ലാം ആയി കാണുമായിരിക്കും. പക്ഷെ ഒന്നും ആയില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിപൊളിയാക്കട്ടെ. ആയിട്ടില്ല. ഇതിനകത്ത് ലേശം ഉപ്പ് വേണം. രണ്ടായിട്ട് ആക്കുമ്പോഴാണ് ആവശ്യത്തിന് ഉപ്പ് വേണോ വേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. പക്ഷെ ഒത്തിരി ഉപ്പ് വേണ്ട, എന്നാൽ ആവശ്യത്തിന് വേണം. ഞാൻ ചോറ് ഇട്ടിട്ടില്ല. ഇനി എനിക്ക് ചോറ് വെക്കണം. ഇതൊന്ന് ആയി കഴിഞ്ഞ് ഫ്രൈ ചെയ്തിട്ട് വെക്കണോ അതോ ഇത് ശകലം നേരം മസാല പിടിക്കാൻ വെച്ചിട്ട് വെക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ആ ചോറ് ഉണ്ണാം. ഇപ്പോൾ ഇവിടെ 12 കഴിഞ്ഞ് 1 മണിയും കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി. വൈകുന്നേരമൊന്നുമല്ല, ചുമ്മാ തള്ളിയതാട്ടോ വൈകുന്നേരം ആവുന്നത്. 2 മണി ആവാറായി. 1 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലത്തെ സമയമല്ലല്ലോ ഇവിടെ നാട്ടിലേക്കാളും പുറകില സമയം. നാട്ടിൽ 1 മണിയാകുമ്പോൾ ഇവിടെ അതിലും കുറവേ ആവുള്ളൂ. നാട് 1.5 മണിക്കൂർ മുന്നിലാണ് ഇവിടത്തേക്കാളും. അപ്പം ഇത് കഴിഞ്ഞു. ഈ പാത്രത്തിലുള്ളത് ഇങ്ങോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ മിക്സിങ് കഴിഞ്ഞു. ഇനി ഞാൻ ചോറുണ്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. ചെയ്തത് 2 പാത്രത്തിലായിട്ടിരുന്നത് ഒറ്റ പാത്രത്തിലോട്ടാക്കി കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതുവരെ ഇപ്പോൾ ഉടനെ ഫ്രൈ ചെയ്യത്തില്ല, കുറച്ച് നേരം മസാല പിടിക്കാൻ വെച്ചേക്കുന്നു. ആ നേരം കൊണ്ട് ഞാൻ ചോറ് വെക്കട്ടെ. ചോറ് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ചോറുണ്ടെന്നും കൂടെ കാണിച്ചിട്ട് നിർത്താം. എൻ്റെ ബാക്കി ഭയങ്കര മസാല തേച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതോടൊന്ന് ഫ്രൈ ആക്കണം. ഇനി ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അപ്പോൾ ബൈങ്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞു. ബൈങ്കൻ ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ലേശമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടല്ലോ. ഇപ്പം ഈ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വരും. ഇപ്പം ഇതിങ്ങനെ സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. കാണത്തില്ല. ഇപ്പോൾ കാണാം. പിന്നെ ഒരു സംശയം, ഞാൻ ഇതിൻ്റെ അത് ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട്. ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ട് ഈ ബൈങ്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. എന്നാലേ ഇനിയിപ്പോൾ ഇളക്കി നോക്കിയിട്ട് ശകലം ചോറിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്യാമറ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത നേരം കൊണ്ട് ഞാൻ ഇട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മറന്നുപോയി. ലേശം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പിട്ടില്ല. ദൈവാധീനം രണ്ടാമത് തിന്നാൻ മേലാത്ത അവസ്ഥ വന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്ന് ഇളക്കി ബൈങ്കൻ്റെ കുഞ്ഞൊരു പീസുണ്ട്. അപ്പം ഞാൻ ശകലം ചോറ് എടുത്ത് കഴിച്ചിട്ട് ബൈങ്കനോടൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ലതാണോ. ഈ ചോറിൻ്റെ അകത്ത് ബൈങ്കൻ്റെ ഒരു ചെറിയൊരു പീസ് അതിങ്ങനെ നല്ല ഒരു ഫ്രൈ ആയതിൻ്റെ ഒരു മീൻ ഫ്രൈ ആയതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷേ നെയ്മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ദശഭാഗത്തുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ,
ആ ഒരു ടേസ്റ്റാണ് ഈ ബൈങ്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കിയില്ല കേട്ടോ. ബൈങ്കൻ ഫ്രൈ തന്നെ കഴിച്ചപ്പം നെയ്മീൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ദശഭാഗം കഴിക്കണം. ഇപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ലേശം വെച്ചിട്ടുണ്ട്, രണ്ടുകൂടെ ഒന്നിച്ചത് കഴിച്ചു നോക്കട്ടെ. സെയിം എഫക്റ്റ്. ഒരു ചില മീനിനൊക്കെ ഒരു ചെറിയ ഇതുപോലെ തന്നെ തൊലി പോലെ ഉണ്ടാവുമല്ലോ, തൊലി ഒരു ക്ലിങ് ഇരിക്കുന്ന ഒരു ഇഫക്റ്റുള്ള ഒരു തരം മീനിൻ്റെ തൊലി, അതും ചോറൂടെ കഴിക്കുന്ന പോലത്തെ ഇഫക്റ്റാണ്. അതിൻ്റെ നടുക്ക് ഭാഗം ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്. കറുമുറ ഫീലിംഗ് ഇല്ല കേട്ടോ. ഇതിങ്ങനെ പപ്പടം തണുത്ത പോലെ ഇരിക്കും. മസാലയുടെ കുത്തൽ കുഴപ്പമില്ല. ഇടയ്ക്ക് എനിക്ക് ടേസ്റ്റ് വരുന്ന കോവയ്ക്ക ഫ്രൈ ചെയ്ത മാതിരത്തെ ഒരു എവിടെയൊക്കെയോ കോവയ്ക്ക ഫ്രൈ ചെയ്തതിൻ്റെ ഫീലിങ്, പിന്നെ മുഴുവനായിട്ടും നെയ്മീൻ ഫ്രൈ ചെയ്ത ഫീലിങ്. തിരലാണ്. അപ്പോൾ എല്ലാവരും ബൈങ്കൻ ഫ്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവർക്ക് എന്തായാലും ഇങ്ങനെ ഫ്രൈ തിന്നാൻ താല്പര്യമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ട് വാക്കാട്ടാ പറഞ്ഞു, ടെസ്റ്റെന്നും ടേസ്റ്റെന്നും, രണ്ടും കൂടെ മിക്സായി പോകരുത്. എൻ്റെ ടെസ്റ്റിങ്ങും ആയിരുന്നു ടേസ്റ്റിങ്ങും ആയിരുന്നു. അപ്പം വീണ്ടും ഉടനെ തന്നെ 2-3 ദിവസം അടുപ്പിച്ച് തിന്നാൻ അത്രയ്ക്കുള്ള ടേസ്റ്റ് ഒന്നുമില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കി തിന്നാനുള്ള വലിയ ഫീലിങ്സ് മാത്രമേ തോന്നുന്നുള്ളൂ, അടുപ്പിച്ച് തിന്നാൻ തോന്നത്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഞാൻ ചോറിനട്ടെ.